Hello മക്കളെ അപ്പോൾ നമ്മുടെ ബൾബ് കത്തി സീരീസിന്റെ ഭാഗമായിട്ട് നമ്മുടെ പാരലൽ ലൈൻസ് എന്നുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കി. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലും നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവാതെ ഇപ്പോഴും മിന്നി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ മിന്നി നിൽക്കുന്ന നിങ്ങളെ കുറേ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പോൾ ആ ഫ്രണ്ട്സിന് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ അയച്ചു കൊടുക്കാനായിട്ടും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് ഏത് ക്വസ്റ്റ്യൻ ആണ്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് എന്ന് വന്നിട്ടുള്ളത്, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് ഉറപ്പായും വരുന്ന ചോദ്യം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താണ് മാർച്ച് 2023 അതുപോലെ തന്നെ നമ്മുടെ ടേം 2 എക്സാമിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത് ഇവിടെ എടുത്തു വന്നിട്ടുള്ളത്. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 13 സെന്റിമീറ്റർ ആൻഡ് സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 2:3:4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, നമുക്കൊരു ത്രികോണം വരയ്ക്കണം. നമുക്കറിയാം ഈ പാരലൽ ലൈൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പ്രോബ്ലം സോൾവിങ് മാത്രമല്ല കൺസ്ട്രക്ഷന് വരാറുണ്ട് അല്ലേ. ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ കൺസ്ട്രക്ഷൻ പ്രോബ്ലം ഉറപ്പാണ്, വളരെ ഈസിയാണ് അല്ലേ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ തിയറി ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാർക്ക് പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ കൺസ്ട്രക്ഷൻ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റാക്കി നല്ല നീറ്റായിട്ട് ആ ആൻസർ പേപ്പറിൽ അങ്ങ് വരച്ചാൽ നമ്മുടെ മിസ് പിന്നെ എന്തായാലും ഉറപ്പായാലും നിങ്ങൾക്ക് ആ ഫുൾ മാർക്ക് എന്താണ്, ഇപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഈ 4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായും കിട്ടും. നേരത്തെ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലസോ മൈനസോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കയ്യിൽ നിന്ന് പോയി അല്ലേ. പക്ഷേ കൺസ്ട്രക്ഷൻ ടൈപ്പ് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നീറ്റായിട്ട് നിങ്ങൾ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാരിക്കോരി തരും. അപ്പോൾ അതിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് വേണോ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാർട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യേ വേണ്ട. ഈ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യുക, എങ്ങനെ നമുക്കിത് ക്ലിക്കായിട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് ചുറ്റളവ് 13 സെന്റിമീറ്ററും വശങ്ങളുടെ അംശബന്ധം 2:3:4 ഒരു ത്രികോണമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പം നമുക്കൊരു ത്രികോണം വേണം, ഇതുപോലെ ഒരു ത്രികോണം വേണം. ഈ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ, എല്ലാ സൈഡും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം, 13 കിട്ടണം. അപ്പോൾ ഈ ട്രയാങ്കിൾ നമുക്കൊരു പേരിടാം ABC. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ, AB-യും BC-യും അതുപോലെ തന്നെ AC-യും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം, 13 കിട്ടണം. അതുപോലെ തന്നെ സൈഡ്സിന്റെ റേഷ്യോ എങ്ങനെയായിരിക്കണം, 2:3:4 ആയിരിക്കണം. 2:3:4 റേഷ്യോയിൽ വേണം എന്ത് വരാനായിട്ട്, നമ്മുടെ സൈഡ്സ് വരാനായിട്ട്. അപ്പം ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കേണ്ടത്. എല്ലാ സൈഡും കൂടി കൂട്ടിയാൽ 13 വരണം. ആൻഡ് സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കണം, 2:3:4 ആയിരിക്കണം. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക, നമുക്കറിയാം ഏതൊരു ലൈനിനെയും അല്ലേ, ഇപ്പോൾ ഈ 13 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു ലൈനിനെ നമ്മൾ എന്താ ശരിക്കും ചെയ്യേണ്ടത്, 2:3:4 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തോളൂ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അപ്പോൾ ഇത്തരം പ്രോബ്ലംസിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് 13 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. അതിനെ 2:3:4 എന്നുള്ള റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. 2:3:4 എന്ന അംശബന്ധത്തിൽ കട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാ 13 സെന്റിമീറ്ററിനെ 2:3:4 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യുക. അപ്പോൾ റേഷ്യോ ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനെ 2:3:4 കട്ട് ചെയ്യാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ഈ റേഷ്യോനെ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അതായത് 2+3+4 ചെയ്യുക. 2+3+4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9 ആണ് അല്ലേ. 2+3+4 എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പൊ 9 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ വരച്ചിട്ട് 9 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ നമ്മൾ വരയ്ക്കാം. ഓക്കെ, 9 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ വരച്ചിട്ട് നമുക്കതിനെ ഇവിടെ 2 സെന്റിമീറ്ററിലും ഇവിടെ 3 സെന്റിമീറ്ററിലും ഇവിടെ 4 സെന്റിമീറ്ററിലും കട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. 9 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ 2:3:4 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ഒരു ലൈനിന് വേറൊരു ലൈൻ വെച്ച് കട്ട് ചെയ്യാന്നുള്ളത് അല്ലേ. നമുക്കറിയാം 2 പാരലൽ ലൈൻസ്, 2ഓ അതിലധികമോ പാരലൽ ലൈൻസ് ഏത് 2 വരകളെയും മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണ്, ഒരേ റേഷ്യോയിലാണ്. അവിടെ നമ്മൾ ഈ കാര്യം പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. അപ്പം നമുക്ക് 9 സെന്റിമീറ്ററിനുള്ള ലൈൻ വരച്ച് അതിനെ നമ്മൾ 2:3:4 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യണം. ആൻഡ് ദെൻ അവിടെ നിന്നും പാരലൽ ലൈൻസിന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ 13 സെന്റിമീറ്റർ ലൈനിനെ 2:3:4 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യാം. പിന്നെ അധികം കഥ പറയുന്നില്ല, നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 13 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വേണം. അപ്പോൾ നമ്മൾ നമ്മുടെ ടൂൾ ബോക്സ് ഒക്കെ എടുക്കുക, ടൂൾ ബോക്സിൽ നിന്ന് ആവശ്യമുള്ള ആൾക്കാരെയൊക്കെ എടുത്തിട്ട് വരിക. അപ്പോൾ നമുക്ക് ആദ്യം 13 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ വേണം. അപ്പോൾ മിസ് ഇവിടെ ആദ്യം എന്ത് ചെയ്യാം, ഒരു 13 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ അങ്ങ് വരയ്ക്കാം. ഓക്കെ, ഒരു 13 സെന്റിമീറ്ററിന്റെ ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, 13 സെന്റിമീറ്ററിന്റെ ഒരു ലൈനാണ്.
അപ്പോൾ അത് നമ്മൾ ദേ ഇവിടെ വരച്ചിട്ടുണ്ട് 13 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റിൽ നിന്നും കറക്റ്റായിട്ട് ഓക്കെ ഒരൊറ്റ സെക്കൻഡ് നമുക്ക് എന്ത് വേണം, നമുക്ക് വേണ്ടത് ഇത് നമ്മുടെ 13 സെൻറ്റിമീറ്ററിൻ്റെ ഈ ലൈൻ. ഓക്കെ, ഇതാണ് നമ്മുടെ 13 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ എന്ന് പറയുന്നത്. അതാ മിസ് ഇതിനെ എല്ലാത്തിനെയും ഒന്നുകൂടി മാച്ചിട്ട് ഒന്നുകൂടി നല്ല വൃത്തിക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 13 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ. ഓക്കെ, 13 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, 13 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. ഇനി നമുക്ക് 9 സെൻറ്റിമീറ്ററിൻ്റെ ലൈനെയാണ് നമ്മൾ 2:3:4 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ മൂലയിൽ നിന്നും ഏതെങ്കിലും ഒരു മൂലയിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെരുവിൽ എന്ത് ചെയ്യുക, 9 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക. ഓക്കെ, ഇഷ്ടമുള്ള ചെരുവിൽ എന്ത് ചെയ്യുക, 9 സെൻറ്റിമീറ്ററിൻ്റെ എന്ത് വരയ്ക്കുക, ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക. ഓക്കെ, 9 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരയ്ക്കുക. ഇഷ്ടമുള്ള ചെരുവിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ 9 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ലൈനിനെ 2:3:4 കട്ട് ചെയ്യണം. അപ്പോൾ 2 സെൻറ്റിമീറ്ററിൽ നമ്മളൊരു കട്ടിങ് കൊടുക്കുക. ദെൻ ഇവിടെ നിന്നും 3 സെൻറ്റിമീറ്റർ നീക്കി വീണ്ടും ഒരു കട്ടിങ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 2:3:4 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തു. ഈ ട്രയാങ്കിൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം, ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 9 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈനിനെ നമ്മൾ 2:3:4 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ റേഷ്യോ താഴത്തേക്ക് കൊണ്ടുവരണം, 13 സെൻറ്റിമീറ്ററിൽ കൊണ്ടുവരണം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇതിനെ ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റാം. അപ്പം ഇവിടെ നിന്നും ഇങ്ങോട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ലൈൻ അങ്ങ് വരയ്ക്കാം. ഓക്കെ, ആ ലൈൻ വരച്ചതിന് ശേഷം ഇനിയാണ് നമ്മുടെ പാരലൽ ലൈൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തിനാവശ്യമുണ്ട്, നമ്മുടെ സെറ്റ് സ്ക്വയറിന് ആവശ്യമുണ്ട്. നമ്മുടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ലൈനിന് പാരലലായിട്ട് എന്ത് ചെയ്യണം, ആ ലൈൻസ് വരയ്ക്കണം. അപ്പം നമ്മൾ ഈ ലൈനിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ സെറ്റ് സ്ക്വയറിനെ ഇതുപോലെ പ്ലേസ് ചെയ്യണം. ഓക്കെ, ഈ ലൈനിന് പാരലലായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ്സിലൂടെ നമുക്ക് എന്ത് പോകണം, നമ്മുടെ ലൈൻ പോകണം. അപ്പോൾ ദാ മിസ് ഇവിടെ കറക്റ്റായിട്ട് ഇത് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത് നമ്മളിത് പ്ലേസ് ചെയ്തിട്ട് വെറുതെ വെച്ചാൽ പോരാ, നമ്മുടെ സ്കെയിലിനെ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കണം. നമുക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പാരലൽ ലൈൻ വരയ്ക്കുക, അതേ സെയിം സ്റ്റെപ്പ് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ കാണാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ പോയിന്റിലൂടെ ഒരു ലൈൻ വരണം, ഈ പോയിന്റിലൂടെയും ഒരു ലൈൻ വരണം. അപ്പോൾ സ്കെയിലിനെ ഇനി മാറ്റണ്ട. അപ്പോൾ സ്കെയിലിനെ മിസ് ഒന്ന് കുറച്ചും കൂടി നീക്കിയിട്ടുണ്ട് നമുക്ക് വരയ്ക്കാൻ എളുപ്പത്തിന്. ഓക്കെ, ഇതിനൊരു മാറ്റവും ഇല്ല. എന്നിട്ട് സ്കെയിൽ ഇനി മാറ്റണ്ട, കറക്റ്റ് നമ്മുടെ സെറ്റ് സ്ക്വയറിനെ ദേ ഇങ്ങനെ താഴത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ദേ ഇവിടെ ആദ്യത്തെ നമ്മുടെ ലൈൻ വരയ്ക്കുക, ദെൻ വീണ്ടും താഴത്തേക്ക് കൊണ്ടുവരിക. അപ്പം നമ്മുടെ സെറ്റ് സ്ക്വയറിനെ ദേ മിസ് ഒന്നും ചെയ്തിട്ടില്ല, ചെരിച്ചിട്ടൊന്നുമില്ല. സ്കെയിലിനെ വീണ്ടും കുറച്ചൊന്നും ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സെറ്റ് സ്ക്വയറിനെ ദേ കറക്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നതാ ഇവിടെ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ അടുത്ത ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഈ 13 സെൻറ്റിമീറ്ററിൻ്റെ ലൈനിനെ ഇപ്പോൾ ഇവിടെ താഴെ കട്ട് ചെയ്തിട്ടുള്ളത് 2:3:4 റേഷ്യോയിലാണ്. ഓക്കെ, അപ്പോൾ 13 സെൻറ്റിമീറ്ററിൻ്റെ ലൈനിന് നമ്മൾ എന്ത് ചെയ്തു, 2:3:4 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്തു. ഇതോടുകൂടി പരിപാടി കഴിഞ്ഞോ? ഇല്ല, നമുക്കൊരു ട്രയാങ്കിൾ ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സിന് ഈ ലെങ്ത് ആയിരിക്കണം. ഓക്കെ, ഈ ലെങ്ത് വരുന്ന ട്രയാങ്കിൾ വേണം നമുക്ക് വരയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ലെങ്ത്തിന് ഇങ്ങനെ തന്നെ നിർത്താം. ഇനി എന്ത് ചെയ്യാം, ഈ 2 സെൻറ്റിമീറ്ററിന് നമുക്ക് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ 2 സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ, ഈ 2 സെൻറ്റിമീറ്ററിനെ പിടിച്ച് നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ വെക്കണം. ഓക്കെ, ഇവിടെ വെക്കണം. അതുപോലെ ഈ 4 സെൻറ്റിമീറ്ററിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് ഇവിടെയും പ്ലേസ് ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത്രയാണ് നമുക്ക് ഇനി ഇതിൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഇനി ചെയ്യും, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോമ്പസിനെ എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കോമ്പസിനെ എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ കോമ്പസ് എടുക്കുക. എന്നിട്ട് ഇതിൽ നമ്മൾ എത്രയാണോ ഇവിടെയുള്ളത് ഈ ലെങ്ത്ത് നമ്മൾ ഇതേ കറക്റ്റായിട്ട് മെഷർ ചെയ്യും. ഓക്കെ, ഈ ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വെച്ച് താഴോട്ട്, ഇപ്പോൾ ഈ 2 സെൻറ്റിമീറ്റർ എത്രയാണോ അതാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, താഴോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആർക്ക് വരയ്ക്കാം. ഓക്കെ, ഒരു ആർക്ക് വരയ്ക്കാം. ദെൻ അടുത്തത് എന്താണ്, ഇവിടെ ഈ 4 റേഷ്യോ വരുന്ന ആൾ, 4 സെൻറ്റിമീറ്റർ അല്ല 4 റേഷ്യോ ആണ് വരുന്നത്. അപ്പോൾ അതെല്ലാവരും നോട്ട് ചെയ്യുക. ആ റേഷ്യോ വരുന്ന ആളേനെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടേക്ക് ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ ഇത് നമ്മൾ കൂട്ടിമുട്ടിയില്ല. എന്തുകൊണ്ട് കൂട്ടിമുട്ടിയില്ല, നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ള ഈ ഒരു ലെങ്ത്ത് നമുക്ക് കുറച്ചും കൂടി വലിയ ആർക്ക് വേണമായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, മിസ്സിൻ്റെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു,
ഇവിടെ നമ്മൾ ഒന്നുകൂടി ഇത് മെഷർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം വരയ്ക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇതിനെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ മിസ് ഇവിടെ ഒന്നുകൂടി വരയ്ക്കുന്നുണ്ട്. കറക്റ്റായിട്ട് മുട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ആർക്കുകൾ കണക്ട് ചെയ്ത് വരയ്ക്കുക. ഇനി നമുക്കൊന്നുമില്ല, ഈ ആർക്കുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. അപ്പോൾ ഇവിടുന്ന് ഈ പോയിന്റിലോട്ട് നമ്മൾ ഇത് വരയ്ക്കുന്നു. ദെൻ അടുത്തത് എന്താണ്, നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ ആയി. അപ്പോൾ ഇവിടെ നമുക്കറിയാം എത്രയാണ്, ഇവിടെ 2 ആണ്. ആൻഡ് ഇവിടെ 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 2 ആണ്. ഇവിടെ നമ്മുടെ പെൻസിൽ വരുന്നില്ല. നമുക്ക് നോക്കാം. ഇവിടെ 2 ആണ് ആൻഡ് ഇവിടെ 4 ആണ് വരിക. അപ്പോൾ 2:3:4 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ട്രയാങ്കിളിനെ വരച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ എല്ലാവർക്കും മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മളെ അംശബന്ധം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അംശബന്ധത്തിന് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും സെറ്റ് ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ മിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഹോംവർക്ക് തരികയാണ്. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, 7 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ. ഓക്കെ, 7 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്ത് ചെയ്യണം, 7 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക, എങ്ങനെയാണ് അതിനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ 7 സെൻറ്റിമീറ്ററിൻ്റെ ലൈനിനെ എങ്ങനെയാണ് നമ്മൾ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക? നമുക്കറിയാം 7 സെൻറ്റിമീറ്ററിൻ്റെ ലൈനിനെ നമ്മൾ എന്ത് ചെയ്യണം, താഴെ ആദ്യം വരയ്ക്കുക. ഓക്കെ, ജസ്റ്റ് മിസ് ഒരു ഐഡിയ പറഞ്ഞുതരാം, ബാക്കി വരയ്ക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ 7 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ നമ്മൾ ഇവിടെ വരയ്ക്കണം. ദെൻ നമുക്കറിയാം 7 സെൻറ്റിമീറ്ററിന് 3 ഈക്വൽ പാർട്സ് ആക്കാൻ ബുദ്ധിമുട്ടാണ്, 7/3 നമുക്കറിയില്ല. പക്ഷേ 6 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ 3 ഈക്വൽ പാർട്സ് ആക്കാനായിട്ട് നമുക്കറിയാലോ, 6/3 എന്ന് പറയുന്നത് 2 ആണ്. 2 സെൻറ്റിമീറ്റർ എന്നുള്ള റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാം, 6 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈനിനെ നമുക്ക് കട്ട് ചെയ്യാൻ അറിയാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 6 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈനിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഷ്യോയിൽ ഇഷ്ടമുള്ള ആംഗിളിൽ നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് ഇതിനെ 2 വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 2 സെൻറ്റിമീറ്റർ. ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. ദെൻ ഇതിന് പാരലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ നമ്മുടെ പാരലൽ ആയിട്ടുള്ള ലൈൻസ് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 7 സെൻറ്റിമീറ്ററിൻ്റെ ലൈനിനെ 2:2:2 എന്നുള്ള റേഷ്യോ 2:2:2 എന്നുള്ള റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 7/3 2:2:2 റേഷ്യോ അല്ല കേട്ടോ, 7/3 ഇവിടെ റേഷ്യോ എത്രയാണ് വരിക, ഇവിടുത്തെ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:1 ആയിരിക്കും. ഈക്വൽ പാർട്സ് ആയിട്ടല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ പാർട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റേഷ്യോ എന്തായിരിക്കും, 1:1:1 ആയിരിക്കും. സോ ഇവിടെ വരിക 7/3 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കാണ് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് നിങ്ങൾ നീറ്റായിട്ട് വളരെ വൃത്തിയായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മാർക്ക് പോലും കുറയാതെ നിങ്ങൾക്ക് ആ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് വരയ്ക്കുക, കൺസ്ട്രക്ഷൻ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ എല്ലാവരും ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. എല്ലാവരും നോട്ട്ബുക്കിൽ ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം, എങ്കിൽ മാത്രമേ നമുക്കിത് പഠിയുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും കംപ്ലീറ്റ് ചെയ്തു, എല്ലാം സെറ്റ് ആയെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി. കൺസ്ട്രക്ഷൻ പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ എന്ത് ചെയ്യുക, ഒരു തംസ് അപ്പ് ഒക്കെ തരിക. എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായി കൺസ്ട്രക്ഷൻ സെറ്റാണ് മിസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ഇതുപോലെ നമ്മൾ അടിപൊളിയായിട്ട് ഈ ഒരു 9th എല്ലാ ചാപ്റ്റേഴ്സും ഫുൾ സെറ്റാക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേഗം ഓടിപ്പോരെ, നമ്മുടെ എക്സാം വിന്നർ ടീം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി റെഡിയാണ്.